ചേട്ടാ, തലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു സസ്പെൻസ് ആയിട്ടാണ് പല സ്ഥാനാർത്ഥികളെയും തോന്നുന്നത്. കാരണം തദ്ദേശത്തിന്റെ ഒരു BJP-യോളം വീണ്ടും മലയടിക്കുന്ന രീതിയിലാണോ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തുന്നത് തോന്നിപ്പോകുന്നുണ്ട്. പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള ഈ CPM കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് എതിരെ ഇവർ നിർത്തുന്നത് ഇവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടു വന്നിട്ടുള്ള BJP-യിലേക്ക് ചേർന്നിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതായി നമുക്ക് കാണുന്നുണ്ട്. അത് പലപ്പോഴും അതേ പാർട്ടിയിലെ തന്നെ വോട്ടുകൾ കൂടെ ഇങ്ങോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായിരിക്കും അവരുടെ ഉദ്ദേശം. നമുക്ക് പൂർണ്ണമായും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇപ്പോൾ വർക്കലയിൽ നിന്നുള്ള വാർത്തയാണ് അറിയുന്നത്. വർക്കലയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് CPM-ന്റെ പ്രതിനിധിയായിരുന്നു. CPM വിട്ട് BJP-യിലേക്ക് വന്ന പ്രതിനിധിയാണ് ഇപ്പോൾ വി ജോയിക്കെതിരെ മത്സരിക്കുന്നത്. എന്താണ് വർക്കലയിലെ അവസ്ഥ? വർക്കലയിലല്ല, കേരളത്തിലുടനീളം CPM-ന് ഉണ്ടായിട്ടുള്ള അവരുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള മൂല്യച്യുതി അതാണ് ഇപ്പോൾ അത് കേരളത്തിലുടനീളം സംഭവിച്ചത്. അവരുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അംഗം വരെ ആയിരുന്ന G സുധാകരൻ മുതൽ കണ്ണൂർ പയ്യന്നൂരിലെ നേതാക്കൾ മുതൽ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ മുതൽ ഇങ്ങനെ ഒരുപാട് നേതാക്കൾ ഇങ്ങനെ പാർട്ടിയുമായി അകന്നതിൻ്റെ വാർത്തകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അപച്യുതി അല്ലെങ്കിൽ പിന്നെ അവരുടെ തന്നെ സംഘടനാപരമായി ഒരു വീഴ്ച ഉണ്ടായ പാർട്ടി CPM തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വർക്കലയിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന വി ജോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ സെക്രട്ടറി പദത്തിൽ നിന്ന് അദ്ദേഹം വർക്കലയിലേക്ക് മത്സരിക്കാൻ പോയതാണ്. അപ്പോൾ ഇവിടെ ആ വർക്കലയിൽ അദ്ദേഹം മത്സരിക്കാൻ പോയ ഇടത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ പിന്നെ പ്രാതിനിധ്യമുള്ള വർക്കലയിലെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു സ്മിത സുന്ദരേശനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഈ ജോയി അവിടെ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തെക്കുറിച്ച് നമുക്കിവിടെ പറയേണ്ടി വരും. വി ജോയി എന്ന് പറയുന്ന ഇവരുടെ മുൻ പാർട്ടി സെക്രട്ടറി ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ജോയിക്ക് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ വി ജോയിയെ ഏൽപ്പിക്കുന്നു. അന്ന് പാർലമെന്റ് ഇലക്ഷനിൽ അടൂർ പ്രകാശിൻ്റെ കൂടെ 700-800 വോട്ടിനാണ് ജോയി തോൽക്കുന്നത്. എന്തിന് ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സംഘടനാ ചുമതലകൾ നിരവധി ഉള്ള ഒരാളാണ്. അദ്ദേഹം എന്തിന് പാർലമെന്റ് തലത്തിൽ മത്സരിക്കണം? അപ്പോൾ സെക്രട്ടറി ആവുകയും വേണം. പാർലമെന്ററി തലത്തിൽ സാധ്യത വന്നാൽ അവിടെയും എനിക്ക് മത്സരിക്കണം. MLA ആകാൻ സാധ്യത വന്നാൽ അവിടെയും എനിക്ക് മത്സരിക്കണം. അതായത് പാർലമെന്ററി തലത്തിൽ ഉള്ള വ്യാമോഹമാണ് CPM നേതാക്കളെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വാർത്ഥത. അതായത് സ്വന്തം പാർലമെന്ററി തലത്തിലാവുമ്പോൾ മന്ത്രിയാവാം, MLA ആവാം, അതിൻ്റെ സുഖസൗകര്യങ്ങൾ അത് വേറെ. സംഘടനയാവുമ്പോൾ അത്രയും വലിയ സുഖസൗകര്യം കിട്ടില്ലല്ലോ. അപ്പോൾ ജോയിയെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ സെക്രട്ടറി CPM-ന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു, ഒരു ജോയി മാത്രമേ ഉള്ളൂ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വർക്കല പോകാൻ? ഇവിടെ ജില്ലാ സെക്രട്ടറിമാരും സ്ഥാനാർത്ഥികളാക്കിയിട്ടില്ലല്ലോ, അത്ര കണ്ട് വർക്കലയിൽ ആരുമില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായി. അവിടെയാണ് ഈ സ്മിത സുന്ദരേശൻ എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടി പ്രവർത്തകൻ, അവിടുത്തെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സുന്ദരേശൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു ആളുടെ മകൾ, അവരിപ്പോൾ അവിടെ ഒറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമാണ്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാനുള്ളത് പാർട്ടി ഘടകത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഒരാൾ ഏരിയ കമ്മിറ്റി അംഗം ആവുക എന്ന് പറയുന്നത് പാർട്ടിയിൽ ബ്രാഞ്ച്, ലോക്കൽ ഏരിയ ഏറ്റവും മുകളിലെ 3ാമത്തെ തട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവർ രാജിവെച്ച് BJP-യിലേക്ക് വന്നത്. അവർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതി, സ്വജനപക്ഷപാതം, വ്യക്തി താല്പര്യം. അപ്പോൾ നമ്മൾ ജോയിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ജോയി അല്ലാതെ വേറെ ആരും അവിടെ വർക്കലയിൽ മത്സരിക്കാനില്ലേ? ഇത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ വരെ സംശയം ചോദിച്ചതാണ്. അവരുടെ തന്നെ നേതാക്കൾ കരമന ഹരി എന്ന് പറയുന്ന ഒരു നേതാവ് അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ ചോദിച്ചതാണ്, ഈ ജോയി അല്ലാതെ വേറെ ആരുമില്ലേ? ജില്ലാ സെക്രട്ടറി പണി ചെയ്താൽ പോരെ? അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന പോലെ സംഘടനാ തലത്തിൽ ഒന്നും ജോലി ചെയ്യാനൊന്നും ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും ഇങ്ങനെ കൊടിവെച്ച കാറിലും MLA ആയും MP ആയും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് ഒരു പ്രതിനിധി മാത്രമേ ഒരു സ്ഥലത്ത് നിന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പൊ ഇവിടെ ഒരു സംഘടനാ പ്രശ്നം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വർക്കല എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു കമ്മ്യൂണിസ്റ്റ് തട്ടകമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളുണ്ട്, നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു വോട്ടുകൾക്ക് അപ്പുറത്തേക്കും സംഘടനാ പ്രവർത്തനങ്ങളുടെ വീഴ്ചയും അതേപോലെ പ്രവർത്തകരുടെ തമ്മിലുണ്ടാകുന്ന ഇത്തരം അഭിപ്രായ പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. പക്ഷെ നിരന്തരം ഇത്തരം വാർത്തകൾ വരികയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല മണ്ഡലങ്ങളിൽ നിന്നും ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്.
പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉൾരാഷ്ട്രീയം വളരെയധികം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനപ്പുറത്തേക്കും ഇവര് ഇപ്പോ നേർക്കുനേരാണ് പോരാട്ടം ഉണ്ടാവുന്നത്. എന്തായാലും ഇത്രയും കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തക എന്ന നിലയിൽ പാർട്ടിയുടേതായിട്ടുള്ള വോട്ടുകൾ അവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെറുതെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഇറങ്ങിപ്പോയതായിരിക്കില്ല. അതിന്റെ അപ്പുറത്തേക്കും കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്തായിരിക്കും ഇവരൊക്കെ പാർട്ടി വിട്ടു പോകുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു സീറ്റ് വെച്ച് നീട്ടുമ്പോൾ ഇറങ്ങി പോകുന്നതല്ലല്ലോ ഒരാളും. അതിപ്പോ പാർട്ടി വിട്ടു പോകുന്ന ഏതൊരാളെ പറ്റിയിട്ടും അവരുടെ ജിയോഗ്രഫി എടുത്ത് പരിശോധിക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നീണ്ട കാലത്തെ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. ബി ജോയിയെ സംബന്ധിച്ച് ബി ജോയ്ക്കോട് വിജയം ഉണ്ടായാൽ പോലും ബി ജോയുടേതായിട്ട് പോകേണ്ടിയിരുന്ന വോട്ടുകൾക്കൊക്കെ ഈ പറയുന്ന BJP-യിലേക്ക് പോയ ഈ പ്രവർത്തകയ്ക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അതോടൊപ്പം തന്നെ അതിന് കോൺഗ്രസിന്റെ വിജയത്തിന് സാധ്യത കൂട്ടുന്ന ഒരു സാഹചര്യമാണ് പോകുന്നത്. കാരണം രണ്ട് പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കാരണം നമ്മുടെ ഇടയിൽ തന്നെ ഒരാളെയാണ് നമ്മൾക്ക് കൂടുതലായി പേടിക്കുന്നത്. അവിടെ BJP-യുടെ ജയമാണ്. CPM-ൽ നിന്ന് ഒരാളെ അടർത്തിക്കൊണ്ടുവരും. അതെങ്ങനെയെന്ന് വെച്ചാൽ ആതിര ഈ പറയുന്ന രീതിയിൽ സീറ്റ് നിർണ്ണയം വന്നപ്പോൾ BDJS-നാണ് വർക്കല കൊടുത്തത്. അതിൽ NDA-ക്കകത്ത് ഭയങ്കരമായ എതിർപ്പുണ്ടായിരുന്നു. NDA എന്ന് പറഞ്ഞാൽ BJP-ക്കകത്ത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലും കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിലും, അതായത് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ വർക്കല പെടും. അവിടെ ഈ V മുരളീധരൻ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചു. അതായത് തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, വർക്കല ഇങ്ങനെ 4 ഇടങ്ങൾ BJP-ക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലങ്ങളായി കഴിഞ്ഞു. അതിപ്പോൾ താങ്കളിപ്പോൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ പറയുന്ന CPM-ന് വർക്കലയിൽ വോട്ട് ഉള്ളതാണെന്ന്. അവിടുത്തെ SNDP, അവിടെ SNDP ആണ് ഏറ്റവും കൂടുതലുള്ളത്. വർക്കലയിൽ ഏറ്റവും കൂടുതൽ SNDP സമൂഹമാണ്. അവിടെ ആ SNDP സമൂഹം തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് ഏതാണ്ട് എത്രയെങ്കിലും % BJP-ക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സുന്ദരേശൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു തലമുതിർന്ന നേതാവ്, അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകള് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ അവർ ഈ പറയുന്ന പോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അവർ ഒറ്റൂർ ബ്ലോക്കിൽ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവർ പറഞ്ഞത് സ്വജനപക്ഷപാതവും വ്യക്തി താല്പര്യവുമാണ് CPM-ൽ ഉള്ളത് എന്നാണ്. അപ്പോൾ അതിന് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോയി. അല്ലാതെ ജോയിക്ക് തന്നെ MLA ആകണം, ജോയിക്ക് തന്നെ MLA ആയി മത്സരിക്കണം, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ജില്ലാ സെക്രട്ടറി ആകണം എന്ന് ജോയിയുടെ താല്പര്യം. അതാണോ ഇവർ പറയുന്നത്? അതോ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള തെറ്റ്? ഇപ്പം സ്മിതാ സുന്ദരേശനെ BJP-യിലേക്ക് വരാനുള്ള കാര്യം അവർ ആഗ്രഹിച്ച ഒരു സ്ഥാനം കിട്ടാത്തത് കൊണ്ട്, സ്വാർത്ഥ താല്പര്യം കൊണ്ട് അവർ വന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരടുത്തൊക്കെ അന്വേഷിച്ചാൽ ശരിക്കുള്ള സത്യാവസ്ഥ അറിയാൻ കഴിയും. ഏതായാലും ഇതിൽ CPM-നാണ് പ്രത്യക്ഷത്തിൽ ഒരു പേര് ദോഷം ഉണ്ടായിരിക്കുന്നത്. കാര്യം അവർക്കാണ് ഇപ്പോൾ ആതിര പറഞ്ഞതുപോലെ ഇവർക്ക് ഇവരുടെ കുടുംബം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരിക്കാം. ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി പേരുണ്ടാവാം. കാര്യം ഇവർ ഈ പറയുന്ന ഏരിയ കമ്മിറ്റി അംഗമാവുകയാണെങ്കിൽ പാർട്ടിയിൽ അത്രയും സ്വാധീനം, അത്രയും തന്നെ കാലത്ത് പരിചയമുണ്ട്. അപ്പോൾ അവരുടെ വോട്ടുകളും തീർച്ചയായിട്ടും പോകും. CPM-ന് കിട്ടാനുള്ള വോട്ടാണ് പോകുന്നത്. അവിടെ കഹാറിന്, കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ട് കൃത്യമായി കിട്ടിയാൽ ജോയി അവിടെ ജയിക്കും എന്നുള്ള ഒരു ഒറ്റ ഇതിലാണ്. ജോയി അല്ലാതെ വേറെ ആരെയും വർക്കലയിൽ കിട്ടാനില്ലേ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം അത് MP ഗോവിന്ദനാണ് ചോദിച്ചത്. അപ്പോൾ ജോയി അല്ലാതെ വേറെ ആരും ഇല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ വേറെ ആൾക്കാരുണ്ട്, അവരെ ആരെയും പരിഗണിക്കുന്നില്ല എന്ന് വേണമെങ്കിലും ഇതിലൂടെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് വർക്കലയിൽ CPM-നുണ്ടായിരിക്കുന്ന അടി മാത്രമല്ല കേരളത്തിലുടനീളം. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നേരെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. CPM-ആണ് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് CPM-ആണ്. അതിവിടെ കോൺഗ്രസ് അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് നമുക്ക് പറയാവുന്ന എത്ര പേര്, ഒരു 4ഓളം പേരുകാർ, ഐഷ പോറ്റി, പിന്നെ കുഞ്ഞികൃഷ്ണൻ, പിന്നെ G സുധാകരൻ, പിന്നെ വേറെ ആരുണ്ട്, പിന്നെ ഗോവിന്ദൻ, ഇങ്ങനെ ഇത്രയും പേർക്കും ഇടതുപക്ഷത്തോടൊപ്പം CPM-നോടൊപ്പം നിന്ന ആൾക്കാരാണ് അവരെല്ലാം തന്നെ ഇപ്പോൾ UDF കടമെടുത്തു. 2 ഈ പറയുന്ന മുകുന്ദൻ എന്ന് പറയുന്ന നാട്ടികയിലെ MLA, അവരുടെ തന്നെ CPI-യിൽ തന്നെ ഒരു ഇടതുപക്ഷക്കാരനായ ഒരു MLA ആണ്, നാട്ടികയിലെ MLA. അദ്ദേഹത്തിന് ഇപ്പോൾ ആരാണ്? BJP-ആണ് സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കേരള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആകെ മൊത്തം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇപ്പോൾ കുപ്പായി മാറുന്ന പോലെയാണ് രാഷ്ട്രീയ പാർട്ടി മാറുന്നത്. പണ്ട് ഈ പറയുന്ന പോലെ ഒരുപാട് ആലോചിക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 10 കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ഒരു മാറ്റമൊന്നും ആരും ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല, അതിലേക്കറിയാവോ? അതിനെയും കുറച്ചെങ്കിലൊക്കെ നീയൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവോ 10 കൊല്ലത്തിന് മുമ്പ് ഇതൊക്കെ ഷർട്ട് മാറ്റുന്ന പോലെ രാഷ്ട്രീയ പാർട്ടി മാറിപ്പോകും നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അല്ല, അങ്ങനെ മാറുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. എന്നാലും ഈ 60ഉം 50ഉം വർഷമൊക്കെ പാരമ്പര്യമുള്ള ആൾക്കാർ അങ്ങനെയൊന്നും അവരെ അങ്ങനെ കണ്ണുമടച്ച് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാര്യം പീഡനം എത്രത്തോളം, കാര്യം അവരൊന്നും അത്ര പെട്ടെന്ന് 60 വർഷം പാർട്ടിയോടൊപ്പം നിന്നവർക്ക് പാർട്ടി കൂറില്ലെന്ന് ഒരിക്കലും എഴുതിത്തള്ളാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇതിൽ പറഞ്ഞു പോകാം. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന് ഏതെല്ലാം മുക്കിലും മൂലയിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്നവർ അടച്ചാക്ഷേപിക്കുന്നതിന്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം കാണുമ്പോൾ ഒരു വാക്കുകൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. ഈ ജി സുധാകരനോടൊപ്പം മന്ത്രിസഭയിൽ അംഗമായിരുന്ന തോമസ് ഐസക്കിന്റെ ഒരു വൃത്തികെട്ട ചിരി ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു, ജി സുധാകരൻ ഇങ്ങനെ തൊപ്പി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ചിരിയാണ് വന്നതെന്ന്. ഈ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, എന്നെ ഈ പറയുന്ന ആലപ്പുഴയിൽ നാസറും സലീമും ഒക്കെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി ഈ രീതിയിൽ പെരുമാറുമ്പോൾ, എന്നെ സൈബർ ലോകത്ത് ഇങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഖാവാണ് ഈ ഐസക് ഒരു വാക്ക് എനിക്ക് വേണ്ടി പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നൊന്നും ഐസക് മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് ഐസക് കളിയാക്കിച്ചിരിക്കുകയാണ്. ഐസക്കിനും ചിലപ്പോൾ നാളെ ഇതേപോലെ തൊപ്പി വെക്കേണ്ടി വരും. ഐസക്കും ഓർത്തിരുന്നാൽ നല്ലത് എന്നാണ് അതിൻ്റെ ആ വീഡിയോയുടെ താഴെ ചുവട്ടിൽ വേറെ കമൻറ്റുകൾ വരുന്നത്. ഐസക്കെ ഓർത്തിരുന്നോ, നിങ്ങൾക്കും ഈ തൊപ്പി വെക്കേണ്ടി വരുമെന്ന്. ഏതായാലും ഇതിൻ്റെ ചുരുക്കെഴുത്ത് ഇത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരെ അവിടെ മടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിൽ പേരുദോഷം, അതായത് അങ്ങനെ ചാടിപ്പോകുന്നത് CPM-ൽ നിന്നാണ്. അല്ലാതെ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ BJP-യിൽ നിന്നോ ആരും ചാടി മറ്റിടത്തേക്ക് വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ നഷ്ടം സംഘടനാ തലത്തിലെ അവരുടെ ഏറ്റവും വലിയ അപച്യുതി അല്ലെങ്കിൽ മൂല്യച്യുതി CPM ഒന്ന് വെളിവാക്കിക്കൊണ്ടുവരികയാലും സ്ഥാനമോഹങ്ങൾക്കായി ഏതൊക്കെ പാർട്ടി വിട്ടു പോയാലും പാർട്ടികളുടെ ഒന്നും മൂല്യങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം പാർട്ടി വിട്ടു പോകുന്ന ഒരാളെയും ഒരു ജനതയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇവർ ഏത് പാർട്ടിയിലേക്കാണോ പോകുന്നത് ആ പാർട്ടി പോലും ഇവരെ കറിവേപ്പിലകളായിട്ട് മാത്രമാണ്, സെക്കൻഡറികളായിട്ട് മാത്രമാണ് കാണാൻ പോകുന്നത്. ഇവരുടെ ഒരു നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളെ പരിഗണിക്കണമെന്ന് യാതൊരുവിധ അല്ലെങ്കിൽ ഉറപ്പുമുള്ളൊരു ഫാക്ടർ അല്ല. എന്തായാലും വർക്കലയിൽ വി ജോയിക്കെതിരെ മത്സരിക്കുന്നത് ഇവരുടെ തന്നെ തട്ടകത്തിൽ നിന്നുള്ള ഒരു പ്രവർത്തക തന്നെയാണ്. അവിടെ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും.